Hello everyone, welcome to Lex Domine. Let's discuss an important topic. April 16, 2026 ഒരു സ്പെഷ്യൽ പാർലമെന്ററി സെഷനിൽ യൂണിയൻ ഗവൺമെന്റ് എന്താണ് 3 ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് 131st Amendment Bill 2026, Delimitation Amendment Bill 2026 and Union Territories Laws Amendment Bill 2026. So before going to this bill, we have to know what is delimitation. Delimitation എന്ന് പറഞ്ഞാൽ it's a process of redefining or redrawing the boundaries of electoral constituencies on the basis of population. ഇത് ഈക്വൽ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്താനും അതുപോലെ ഫെയർ ഇലക്ഷൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീലിമിറ്റേഷൻ. ആർട്ടിക്കിൾ 81-ലും 82-ലും പറയുന്നുണ്ട് പാർലമെന്റ് മേ ബൈ ലോ ഒരു റീഅഡ്ജസ്റ്റ്മെന്റ് നടത്താം. എന്തിലൊക്കെ? അലോക്കേഷൻ ഓഫ് സീറ്റ്സ്, ഹൗസ് ഓഫ് പീപ്പിൾ, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനെയും ഓരോ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നത്? ഓൺ ദ ബേസ് ഓഫ് പോപ്പുലേഷനിലാണ് ഈ റീ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. പോപ്പുലേഷൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഓൺ ദ ബേസ് ഓഫ് സെൻസസ്. ഓക്കെ, 81-ലും 82-ലും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഡീലിമിറ്റേഷൻ ഒരു ഫ്രീസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 2026 വരെയാണ് ഈ ഫ്രീസ് നിലനിൽക്കുന്നത്. അതായത് ഈ നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ 42nd അതുപോലെ തന്നെ 84th അമെന്റ്മെന്റ് പ്രകാരമാണ് ഈ ഒരു ഡീലിമിറ്റേഷൻ ഫ്രീസ് കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ അലോക്കേഷൻ നടക്കുന്നത് 1971 പ്രകാരമാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ലോക്സഭയിൽ. 2001 സെൻസസ് പ്രകാരമായിരിക്കും നമ്മുടെ ഈ പറയുന്ന ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഡിവൈഡ് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റിലും. ഓക്കെ, ഈ ഒരു ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നതിന്റെ കാരണം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 2026 വരെയാണ് ഈ ഡീലിമിറ്റേഷൻ ഫ്രീസ്. ഓക്കെ, സോ 131st അമെന്റ്മെന്റ് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ ഫ്രീസ് റിമൂവ് ചെയ്യാണ് ബൈ എക്സ്പാൻഡിങ് ദി ലോക്സഭ സീറ്റ് ഫ്രം 543 to 850. എന്താണ് ആർട്ടിക്കിൾ 81 അമെന്റ് ചെയ്തുകൊണ്ട് ഈ ലോക്സഭ സീറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. 815 സ്റ്റേറ്റിനും 35 യൂണിയൻ ടെറിട്ടറീസിനും. ഇത് വിമൻ റിസർവേഷനായിട്ട് ഈ അമെന്റ്മെന്റ് എങ്ങനെ റിലേറ്റഡ് ആവുമെന്ന് നോക്കാം. 106 അമെന്റ്മെന്റ് ആക്ട് 2023, അതുപോലെ നാരി ശക്തി വന്ദൻ അധിനിയം 2023. ഇതിലെന്ന് പറഞ്ഞാല് നമ്മൾ 1/3 ഓഫ് സീറ്റ് എന്താണ് വിമന് റിസർവ് ചെയ്തിട്ടുണ്ട് ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, വിമൻ ഇൻക്ലൂഡിംഗ് SC and ST. ഓക്കെ, സോ ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട് 2023 സെൻസസിന്റെ ശേഷമായിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 2023 സെൻസസ് 2026 ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബില്ല് പ്രപ്പോസ് ചെയ്യുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 334 അമെന്റ് ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി 33%, അതായത് 1/3 ഓഫ് റിസർവേഷൻ പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 815 സീറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സിനെ ഈ പറയുന്ന റിസർവേഷൻ ഒരിക്കലും ബാധിക്കത്തുമില്ല. ഓക്കെ, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പറയുന്ന അമെന്റ്മെന്റ് എന്ത് ചെയ്തു? ലോക്സഭയിൽ ഡിഫീറ്റ് ആയിപ്പോയി. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് 2/3 ഓഫ് മെജോറിറ്റി ഉണ്ടായില്ല, അതുകൊണ്ട് ഡിഫീറ്റ് ആയിപ്പോയി. ഇതിന്റെ മെയിൻ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് സദേൺ സ്റ്റേറ്റിനെ ആയിരിക്കും.